വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കേരള ടു ബാംഗ്ലൂർ ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ മഴ സമ്മതിച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മഴ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കോയമ്പത്തൂരിൻ്റെ ഔട്ടറാണ്. ജസ്റ്റ് വാളയാർ ക്രോസ് ചെയ്തൊരു 5-8 കിലോമീറ്റർ ഇങ്ങ് പോന്നപ്പോഴാണ് മഴ നിന്നത്. മഴ നിന്നതല്ല, ഇവിടെ മഴ പെയ്തിട്ടില്ല, നമ്മുടെ അങ്ങോട്ടാണ് മഴ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചെറിയൊരു കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ വ്ളോഗാണ്. പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് റൈഡ്. ഇപ്പോൾ സമയം ഏകദേശം 4:15. എനിക്കിപ്പം നമുക്ക് ലൈറ്റ് ഉള്ളിടത്തോളം നേരം നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 6 മണി 6:30 വരെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സേലം എത്തുമ്പോഴത്തേക്കും ഏകദേശം ഇരുട്ടാകും. അതിനുശേഷം പിന്നെ വലിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പറയാം, സേലം ടു കൃഷ്ണഗിരി ആ റൂട്ടൊന്ന് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു വീഡിയോയിൽ. വളരെ എന്താ പറയുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആണത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്ലാനെല്ലാം തെറ്റിച്ചു. നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ തന്നെ 4:15. രാവിലെ 8 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ശരിക്കും ലേറ്റായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പറ്റുന്നിടത്തോളം ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത്, ഹൈവേയിലെ വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഈ ഹൈവേ കൂടെ നമ്മളിങ്ങനെ പോകുന്ന കുറച്ച് സമയത്ത് വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ. ഇത്ര നേരം റെയിൻകോട്ടൊക്കെ ഉണ്ടായിരുന്നു. റെയിൻകോട്ടൊക്കെ ഊരി മാറ്റി നൈസായിട്ട് എല്ലാം പാക്ക് ചെയ്ത് അകത്ത് എടുത്ത് വെച്ചു. ഇതിപ്പോൾ നമ്മുടെ LNT ബൈപ്പാസാണ്. ഒരു 3-4 ടോളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 4 ലൈൻ ഹൈവേയിലോട്ട് കയറും. ഇതിപ്പോൾ 2 ലൈനാണ്. പക്ഷേ ഇതിനകത്ത് ഇവന്മാർ ടോൾ മേടിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. ഞങ്ങളൊക്കെ ഇവിടെ, ഞാൻ കോയമ്പത്തൂർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഈ ഏരിയയിലൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഇഷ്ടംപോലെ ഗ്രൗണ്ടുകളുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പമ്പിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചേക്കാം. ഏകദേശം ഇനിയും ഈ റോഡ് ഇച്ചിരി ഡേഞ്ചറാണ്. നോക്കിയും കണ്ടൊക്കെ ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പോകും. ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ ഒരു ഏരിയ. വെച്ച് കഴിഞ്ഞാൽ ആളും താമസമൊന്നുമില്ല. കുറേ കോളേജുകളുണ്ട് ഈ റൂട്ടിൽ. പിന്നെ ഉള്ളത് ഇതുപോലെ ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുന്ന എന്താ പറയുന്നത്, തരിശു ഭൂമിയാണ്. ഫുൾ ടാങ്ക് നോർമൽ നോ. எல்லா வண்டியுமே இதே மாதிரி பவர் தான் யூஸ் பண்ணுறாங்க. இதுக்கு பவர் தேவையில்லைண்ணா. ஏன்னா அவங்க என்னன்னா அங்கே பவரோட ரேட் தான் நார்மல். ஓகே. ഇവിടെ തമിഴ്നാട്ടിൽ നോർമൽ പെട്രോൾ 108 രൂപ, പവർ പെട്രോൾ 107. അണ്ണന്മാർ നൈസായിട്ട് നമ്മളെ കൊണ്ട് പവർ അടുപ്പിക്കാൻ നോക്കി. നമ്മൾ പിന്നെ ഒരു 2 രൂപ കുറച്ച് കിട്ടുമെങ്കിൽ അത് ലാഭമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് നമ്മളോട് പവർ അടിക്കാൻ പറയാം. അവിടെ നൈസായിട്ട് നോർമൽ പെട്രോൾ അടിച്ചു, ഫുൾ ടാങ്ക് അടുപ്പിച്ചു. സമയം 4:47. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാളും കൂടെ ഉണ്ട്. പുള്ളിയുടെ വണ്ടി എവിടെയെന്നൊരു ഐഡിയ ഇല്ല. പുള്ളിക്ക് വേണ്ടി ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവൻ പറഞ്ഞായിരുന്നു അവനും ഫുൾ ടാങ്ക് അടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം കാണുന്ന പമ്പ് നിർത്താമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് മുമ്പ് കണ്ട പമ്പിൽ ആരെയും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ കണ്ട പമ്പിലാണ് നിർത്തിയത്. പുള്ളി ഫ്രണ്ടിൽ പോയെന്ന് അറിയത്തില്ല. നമുക്കെന്നാലും കുറച്ചുകൂടെ പോയി നോക്കാം. നമ്മൾ LNT ബൈപ്പാസ് കഴിഞ്ഞു 6 ലൈൻ ഹൈവേയിലോട്ട് കയറി. ഇനി ഇങ്ങനെ കൈ കൊടുത്തൊക്കെ ഇരുന്നാൽ മതി, ഒരു രക്ഷയില്ല. അടിപൊളി റോഡാണ്. സേലത്തിന് ഇനിയും ഉണ്ട്, ഏകദേശം 150 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് തോന്നുന്നത്. എപ്പോഴത്തേക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും ഒരു 11 മണിക്ക് മുമ്പ് എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് നേരെ ഇങ്ങോട്ട് കയറുമ്പോൾ സ്വർഗം കിട്ടിയ പോലെ അറിയാതെ കൈ കൊടുത്തു പോകും. പിന്നെ ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ 8ൻ്റെ പണിയും കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും തന്നെ നല്ല സ്പീഡിലാണ് ഇതിൽ പോകുന്നത്. അതുകൊണ്ട് ലൈൻ ചേഞ്ച് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റായിട്ട് ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്ത് തന്നെ ലൈൻ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ എപ്പോഴാണ് പുറകിൽ നിന്ന് പണി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല.
ഈ സമയത്ത് കൂടുതലും തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സുകളും പിന്നെ നല്ല വലിയ ലോറികളൊക്കെയാണ് ഇതിൽ പോകുന്നത്. വൈകിട്ടായി കഴിയുമ്പോഴത്തേക്കും പിന്നെ മൊത്തം ട്രാവൽസ് ആയിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. സേലം വരെ നമുക്ക് ഇതിൻ്റെ വണ്ടിയും കാണാൻ പറ്റും, ചെന്നൈക്കുള്ള വണ്ടി. ഇത്ര നാൾ വണ്ടി നാട്ടിലിരിക്കുമായിരുന്നു. ഇത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയാണ് ഇത്തവണ നാട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇനി തൊട്ട് ഇനി കർണാടകത്തിലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കുള്ള റൈഡ് വീഡിയോസ് പ്രതീക്ഷിക്കാം. അപ്പോൾ 2-3 സ്ഥലങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് പോകാൻ പറ്റുന്ന തരത്തില്ല. ഓഗസ്റ്റിൽ മിക്കവാറും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമായിരിക്കും. അതിനുശേഷം പിന്നെ സമയം കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ 2-3 സ്ഥലങ്ങൾ ഫേമസ് ആയിട്ടുള്ള 2-3 സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എവിടെയെങ്കിലും ചായ കുടിക്കണം നിർത്തണം. അടുത്ത ടോൾ ഗേറ്റിൻ്റെ അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോൾ ഗേറ്റും തന്നെ ഒരു 60-70 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണെന്നോ. അപ്പോൾ ഇനി അടുത്ത ടോൾ ഗേറ്റിൽ വരെ നിർത്തിയിട്ട് ചായ കുടിച്ചിട്ട് നേരെ വിട്ടുപോയേക്കാം. ഈവനിങ് ടൈം ഹൈവേ കൂടെ വണ്ടി ഓടിക്കാൻ നല്ല രസമാണ് കേട്ടോ. വെയിലൊക്കെ മാറി നല്ല അടിപൊളി ക്ലൈമറ്റ്. അപ്പം നമ്മൾ ഏകദേശം അടുത്തൊരു ടോൾ പ്ലാസയുടെ അടുത്തെത്തി. ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് കടകൾ കാണും, ചെറിയ കടകളുണ്ട്. അവിടുന്ന് നല്ലൊരു ചായ, ചിലപ്പോൾ ഈ സമയത്ത് നല്ല ഉഴുന്നുവടയൊക്കെ കാണും. ഇവിടുത്തെ ഉഴുന്നുവടയൊക്കെ നല്ല ടേസ്റ്റാണ്. ഉഴുന്നുവട ഉണ്ടെങ്കിൽ 2 ഉഴുന്നുവടയൊക്കെ കഴിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കമ്പനിക്കാരൻ ഇങ്ങെത്തും. ഇവിടെ നമുക്കൊരു ചായ കുടിച്ചിട്ട് യാത്ര തുടരാം. നമ്മൾ ഏകദേശം ധർമ്മപുരി ആകാറായി. ഇങ്ങോട്ടൊക്കെ പകൽ വരണം. ഇത് നല്ല ഭംഗിയാണ് കാണാൻ ഈ റൂട്ട്. 2 സൈഡും വലിയ കുന്നുകളും അത്യാവശ്യം പച്ചപ്പൊക്കെ ഉണ്ട്. ഇതിപ്പം രാത്രിയായി പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ രാത്രിയിലത്തെ വീഡിയോ എടുക്കാം, നൈറ്റ് ഡ്രൈവ്. ഇഷ്ടംപോലെ ധാബകളും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം തോന്നുമ്പോഴത്തേക്കും ഇഷ്ടം നിറയെ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ചെറിയൊരു ഘാട്ട് സെക്ഷനാണ്, തൊപ്പൂർ ഘാട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ കുറേ ആക്സിഡൻറ്റ് സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. കുറച്ച് ഡേഞ്ചറാണ്. ഭയങ്കര അത്യാവശ്യം നല്ല കയറ്റം. ഗുഡ്സ് ലോറികളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയാണ് കയറി പോകുന്നത്. അപ്പോൾ അടുത്ത ടോളിൽ കാണാം. അടുത്ത ടോളിൽ കാണാം. അങ്ങനെ ഞങ്ങളിവിടുന്ന് ഡിന്നർ കഴിച്ചു. സമയം 10 മണി. ഇനി ഏകദേശം 140 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർക്ക്. അതും ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കുമായിരിക്കും. നമ്മൾ ഒരു എല്ലാ ടോൾ ബൂത്തിൻ്റെ അവിടെയും ഇറങ്ങി റെസ്റ്റ് എടുത്താണ് പോകുന്നത്. അതുകൊണ്ട് നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ട്.
നമ്മൾ കൃഷ്ണഗിരി കഴിഞ്ഞു. ഇനിയിപ്പം ബാംഗ്ലൂർക്ക് ഏകദേശം 70 കിലോമീറ്ററോളം ഉണ്ട്. പെട്രോൾ അടിക്കേണ്ടി വരും. റീഫ്യൂൽ എന്ന് പറഞ്ഞ വാണിംഗ് കാണിക്കുന്നുണ്ട്. അണ്ണാ 350 ഫോൺ പേ ഇருக்கு. കാർഡും ഇല്ല. ഓക്കെ. പണിവാളി. ഫോൺ പേ ഇല്ല, കാർഡും അക്സെപ്റ്റ് ചെയ്തില്ല. എന്തോന്നടാ ഇത്? അണ്ണാ 350. ഏകദേശം 30 കിലോമീറ്റർ അടുത്ത് മൈലേജ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും ആദ്യം വരുന്നൊരു ചോദ്യമാണ് മൈലേജ് എത്ര കിട്ടിയെന്ന്. ഇതിപ്പം ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് റോഡാണ്. ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ ഇതിൽ കാണിക്കുന്നത് 31 ഓക്കെ, കുഴപ്പമില്ല. അതിന് നേരെ പോയേക്കാം. അതിൽ നമ്മൾ ബോർഡർ കഴിഞ്ഞു, തമിഴ്നാട് ക്രോസ് ചെയ്ത് നമ്മൾ കർണാടകയിൽ കയറി. ഇനിയിപ്പോൾ ഏകദേശം 30 കിലോമീറ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നു ബാംഗ്ലൂർക്ക്. ഗൈസ്, ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഇത് ഇലക്ട്രോണിക് സിറ്റി സൈഡാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഏകദേശം 6 കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എനിക്കറിയാം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പിന്നെ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ എന്താ പറയുന്നത് ഇനി വരാനിരിക്കുന്ന വീഡിയോസിനെ കുറിച്ചാണ്. അപ്പോൾ മിക്കവാറും ഇനി വരുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ചിലപ്പം ഇവിടുത്തെ തന്നെ ഏതെങ്കിലുമൊക്കെ കുറച്ച് ഫേമസ് സ്ഥലങ്ങൾ പോയി കാണുന്നുണ്ട്. അതുകൂടാതെ ഇവിടുന്ന് ഇനിയിപ്പം ഞാൻ ചിലപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട് ചൂസ് ചെയ്തിട്ട് ആ റൂട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അടുത്ത കുറച്ച് നാളത്തേക്കുള്ള പ്ലാനുകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു റൈഡ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.